നോട്ട്ബുക്ക് എല്ലാം ട്യൂട്ടോറിയലിൻ്റെ ഈ തേർഡ് പാർട്ടിൽ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ ഓഡിയോ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നോട്ട്ബുക്ക് എല്ലാം എടുക്കുക. ഇവിടെ സ്റ്റുഡിയോ സെഷൻ്റെ റൈറ്റ് പാർട്ടിൽ ഓഡിയോ ഓവർവ്യൂ എന്നൊരു സെക്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു വിൻഡോ വരും. ഇവിടെ 4 തരത്തിൽ നമുക്ക് ഓഡിയോ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒന്ന് ഡീപ്പ് ഡൈവ് എന്ന് പറയുന്ന സെഷനാണ്. ഡീപ്പ് ഡൈവ് എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സോഴ്സസ് ഇൻഡെപ്ത് അനാലിസിസ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ നമുക്ക് ഓഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് തരും. ബ്രീഫ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കൊരു സമ്മറൈസ്ഡ് ഓഡിയോ പോഡ്കാസ്റ്റ്, നമ്മുടെ സോഴ്സസിനെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ബ്രീഫ് ഫോമിൽ ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് നൽകും. ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സോഴ്സസിനെ അനലൈസ് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ ഓവർവ്യൂ ആണ് നമുക്കിതിൽ പോഡ്കാസ്റ്റായിട്ട് കിട്ടുന്നത്. 4ാമത്തെ സെഷനിൽ ഒരു ഡിബേറ്റ് ഫോർമാറ്റിലാണ് ഈ ഓഡിയോ പോഡ്കാസ്റ്റ് കിട്ടുന്നത്. 2 വ്യക്തികൾ തമ്മിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഡിസ്കഷൻ ഫോർമാറ്റിൽ, ഒരു ഡിബേറ്റ് ഫോർമാറ്റിൽ നമുക്ക് ഈ ഓഡിയോ പോഡ്കാസ്റ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ 80-ലധികം ഭാഷകളിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പം തുടക്കത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഷോർട്ട്, അതായത് പോഡ്കാസ്റ്റിൻ്റെ ലെങ്ത് ഷോർട്ട് വേണോ, ഒരു മീഡിയം ലെവൽ വേണോ, അല്ലെങ്കിൽ ഒരു ടൈം കൂട്ടിയുള്ള ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെയുള്ള രീതിയിൽ വേണോ, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്. നമുക്കൊരു മീഡിയം ഫോർമാറ്റിൽ ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. എന്ത് ടോപ്പിക്കിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്ന പ്രോംപ്റ്റ് കോപ്പിറൈറ്റ് എന്ന IPR ടൈപ്പിനെ കുറിച്ച് ഒരു ഡീപ്പ് ഡൈവ് ഓഡിയോ പോഡ്കാസ്റ്റ് തരാനായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ഗീവ് എ ഡീറ്റെയിൽഡ് ഓവർവ്യൂ ഓഫ് കോപ്പിറൈറ്റ് ആൻഡ് റിലേറ്റഡ് റൈറ്റ്സ് എന്നുള്ളതാണ്. ജനറേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിൽ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോയുടെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ കം ബാക്ക് ഇൻ ഫ്യൂ മിനിറ്റ്സ് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് പറ്റും. Welcome back to the Deep Dive. Our mission today is, well, it's a shortcut to being really well informed on a topic that touches every single creator, every corporation, and of course, every consumer. It really does. We're talking about intellectual property. Exactly. But we're not trying to wade into the whole massive field of IP, the patents, the trademarks, or all the trade secrets. No, that would be an impossible task for one day. Our focus today is much more specific, other people from doing. The holder of a literary, dramatic, or musical work gets a bundle of economic rights. These include the right to reproduce the work, and reproduction now means any material or electronic form. Any form. Any form. നമുക്ക് ഇവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അത് കേൾക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഓഡിയോ ട്രാക്ക് നമുക്ക് ലഭിക്കുകയാണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനും അത് കേൾക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്ന രീതിയിൽ. നമുക്ക് ഇവിടെ പ്ലേ ബാക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വീഡിയോയുടെ കാര്യത്തിൽ എന്നപോലെ തന്നെ സ്പീഡ് സ്ലോ ആക്കാനും ഹൈ ആക്കാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷനുണ്ട്. ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് മോഡാണ്. ഇവിടെ ഒരു ഹാൻഡ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻട്രാക്റ്റീവ് മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Welcome back to the Deep Dive. Our mission today is, well, it's a shortcut to being really well informed on a topic that touches every single creator, every corporation, and of course, every consumer. Because when people hear IP, they usually jump to thinking about a functional invention, like a patent. But copyright is fundamentally different. How so? It protects the expression of an idea, not the idea itself. The Stockholm Convention. Oh, wait, someone wants to join. Hey, go for it. Excuse me, I have a question. I would like to get a clarity regarding the idea and the expression of idea. You are telling that the copyright protects the expression of the idea, not the idea itself. Could you please explain with an example or something like that? That is a fantastic question. Okay, let's unpack this right now. Because that distinction between idea and expression is the core of copyright. It's the whole ball game, actually.
Think of it this way, an idea like, I'm going to write a story about a wizard school that cannot be protected by copyright. That's the underlying concept, right? ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് മോഡിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അതായത് നമ്മളൊരു ക്ലാസ്സിൽ ഒരു അധ്യാപകനോട് ഒരു അധ്യാപികയോട് എങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, അതുപോലെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു വളരെ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നോട്ട്ബുക്ക് എല്ലമിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മലയാളം പോഡ്കാസ്റ്റോടെ ഒന്ന് കേൾക്കാം. നമ്മൾ മുമ്പേ കൊടുത്ത പോലെ തന്നെ ലാംഗ്വേജിൻ്റെ അവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ മലയാളത്തിലൊരു പോഡ്കാസ്റ്റ് ലഭിക്കും. അത് നമുക്ക് പ്ലേ ചെയ്യാം. പേറ്റന്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണിത്. ഒരു കണ്ടുപിടുത്തത്തെ സംരക്ഷിക്കാനുള്ള ഒരു നിയമപരമായ വഴിയാണ് പേറ്റന്റ്. കണ്ടുപിടുത്തക്കാർക്ക് അവരുടെ ഐഡിയാസ് ഒരു നിശ്ചിത കാലത്തേക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ള അവകാശം ഇത് നൽകുന്നു. മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്ത പോഡ്കാസ്റ്റാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്ത പോഡ്കാസ്റ്റിന് ഇൻട്രാക്റ്റീവ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്ത ഓഡിയോ പോഡ്കാസ്റ്റിനാണ് ഇൻട്രാക്റ്റീവ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് 4 ഫോർമാറ്റുകളിൽ ഈ ഓഡിയോ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രോംപ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും, ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫെസിലിറ്റി എല്ലാം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. കൂടുതൽ പഠനത്തിന് ഇത് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.